നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായം പതയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യാകാന്ഡത്തിലെ ദശരഥന്റെ ചരമഗതിയുടെ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മന്ത്രിപ്രവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യ ബുക്കിയിടിനാൻ. വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരർത്ഥ്യർത്ഥമിറ്റിറ്റു വീണു തുടച്ചും ഉത്തരം പുറത്തു ഭാഗത്തെ നിർത്തിച്ചെന്നു. ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ, ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ. കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ, മാർത്താണ്ഡഗോത്രജാതോത്വം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങി ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായാതി പാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തോ പറഞ്ഞു വിശേഷിച്ചും. ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ആ രാമാഹാ ഗുണവാരിതേ ലക്ഷ്മണ. വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടു ഉൾത്താപമോടര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാക്യ പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ. മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ. ജടയും ധരിച്ചിതു പിന്നെ രഘുത്തമനെന്നോട് ചൊല്ലിനാൻ. എന്നെ നിരൂപിച്ചു ദുഃഖിയായി ഗാരുമേ, ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിരാൻ ആനന പത്മവും താഴ്ത്തി മന്ദമന്ദം.
അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനേൻ തത്ര. കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു. രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാവിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൾ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ, സാക്ഷാൽ തപസ്സുകൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരേ മാനസ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കയ്യിലംബോകമതി. ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്തായ ചാവേ ദൃഢമയച്ചീടിനേൻ. ഹാഹാഹദോസ്മ്യഹം ഹാഹാഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല കേനവാഹന്ത അതോഹം വിദേവൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനതി പാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം. സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റം ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ഇരിക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വെറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർ പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതയ്യോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ.
ഭക്തിമാനേറ്റവും മുന്നമെല്ലാമതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കുംവിധോ മൽപാദവിന്യാസധ്വനി കേൾക്കായി. കാൽ പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരേ മൃഗാശയാ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനും എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോട് വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്നല അലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തെടുത്തതിദീനതയോടും മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാൻ. നീയനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനാനന്നേരം. പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാൻ. വൃദ്ധതപോധനൻ അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ആ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണാ ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതും കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കു സുരാലയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ ദശരഥ മഹാരാജാവിന് ശാപം കിട്ടാനുണ്ടായ കാരണഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദശരഥൻ മൃഗയാ വിനോദത്തിന് വേണ്ടി കാട്ടിൽ ചെന്ന സമയത്ത് കുംഭത്തിൽ വെള്ളകം പൊക്ക നേരം കേട്ടുവന്നു. കുംഭത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടിട്ട് ആനയാണെന്ന് ധരിച്ചുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് അസ്ത്രം എയ്തു എന്നാണ്. ദശരഥന് ഒരു പ്രത്യേകതയുണ്ട്. ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കി അസ്ത്രമെയ്യാനുള്ള കഴിവ് ദശരഥ മഹാരാജാവിനുണ്ട്. അതാണ് ദശരഥ മഹാരാജാവ് ശബ്ദം കേട്ട ദിക്കിലേക്ക് അസ്ത്രം അയച്ചത്. ഇവിടെ നമുക്ക് ഈ കഥയിൽ നിന്നൊരു തത്വം മനസ്സിലാകേണ്ടത്, കഴിവുകളുണ്ടായാലും ആ കഴിവ് വേണ്ടതിന് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ വേണ്ടാത്തിടത്ത് നമ്മളെ കഴിവുകൾ ഉപയോഗിച്ചാൽ ഇതാ ദശരഥൻ്റെ ഗതിയായിരിക്കും വരിക എന്ന്. ദശരഥന് മറ്റനവധി കഴിവുകളുണ്ട്. ഈ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി അസ്ത്രം അയച്ചിട്ട് തൻ്റെ കഴിവ് ഇല്ലാതെ കണ്ടാക്കേണ്ടതില്ല. പക്ഷെ അവിടെയാണ് നേരത്തെ പറഞ്ഞത്,
വിധിവിഹിതം എന്നാണ്. ഇതാണ് ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. ഇത് മുൻ പൂർവജന്മത്തിലെ എൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജന്മത്തിൽ ഇങ്ങനെ പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവന്നത് എന്ന ഭാഗം പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവ് പുക്കു സുരാലയം, അങ്ങനെ ദശരഥൻ ദശരഥൻ്റെ ചരമഭാഗമാണ് അത്. ഇനി നമുക്ക് വായിക്കേണ്ടത് ഭരതൻ്റെ ആഗമന ഭാഗമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ, ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോട് മുഴറി സസംഭ്രമം മന്ദപ്പുരമ്പുക്കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലേക്കു ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയ രാജ്യമകം പുക്കു ചെല്ലുക. മാതുലനായ ദാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകന്നയച്ചീടിനാൻ. സത്വരം കേകയ രാജ്യമകം പുക്കുന്നത്വാ യുധാജിത്തിനോടു ചൊല്ലിനാൻ. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ യോദ്ധയ്ക്കയക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്പാദവർജിതം. ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ചിടിനാനന്ദികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്തായ ഘാടമാലിംഗമടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലീ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃ ജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതൻ ഉൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങോ പറകെന്നതു കേട്ടു തൽ പ്രിയമാശു കൈകേയും ചൊല്ലിനാൻ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ഷോഡീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ഹാ താത ദുഃഖസമുദ്രേ നീ യുജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോരണി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്താപ്യ കൈകേയും കണ്ണുനീരും ആശ്വസിച്ചിടുക. ദുഃഖേന കിംഫലം. ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു.
ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ആ രാമ രാമകുമാര സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ ആതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാലതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തും ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്ക് തന്നു. രാമനെ കാനനവാസനത്തിനായ ചീടിനാൻ. ജാനകീദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃസമം ഗമിച്ചീടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം ബുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴുക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയൻ ആദി പൂണ്ടിയിടിനാൻ കണ്ടു നിന്നോർകളും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ ചരമഭാഗമാണ് നമ്മൾ വായിച്ചത്. ദശരഥൻ്റെ മരണത്തിന് ശേഷം രാജ്യത്തുള്ള രാജനാരീജനവും അതുപോലെ തന്നെ എല്ലാവരും വാവിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഭരതനും അതുപോലെ തന്നെ ശത്രുഘ്നനും അമ്മാമൻ്റെ യുധാജിത്തിൻ്റെ രാജ്യത്ത് പോയിട്ടാണുള്ളത്. അപ്പോൾ പോയി തിരിച്ചു വരുന്നത് വരേക്കും ഇനി ആ ശരീരത്തിന് മൃതദേഹത്തിന് പ്രയാസമൊന്നും വരാതിരിക്കാൻ വേണ്ടി തോണിയിൽ എണ്ണത്തോണിയിൽ മൃതദേഹം വെക്കാൻ വേണ്ടി പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ ഫ്രീസറിലാണ് വെക്കാറ് എങ്കിൽ രാമായണത്തിൽ പറയാണ് തൈലദ്രോണി തന്നിൽ കേടുവന്നീടായ്വാൻ കേടുവരാതിരിക്കാൻ വേണ്ടി ശരീരം വെക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ വെച്ചതിന് ശേഷം ഭരതനെ കൊണ്ടുവരുന്ന ഭാഗവും അങ്ങനെ ഭരതൻ വന്നതിന് ശേഷം അച്ഛനെയും അതുപോലെ ജ്യേഷ്ഠനെയൊക്കെ അന്വേഷിക്കുന്നൊരു ഭാഗത്താണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത്. പൂർവം രാമതപോവനാദിഗമനം പത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം.